ഹലോ ഫ്രണ്ട്സ്, മഴതൂരി മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സ്റ്റാൻലി അപ്പച്ചനോട് പറയുന്നുണ്ട്, അലീനയ്ക്ക് ഇനിയെങ്കിലും ഒരു നീതി കിട്ടണം. അപ്പോൾ അപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, എടാ നിൻ്റെ കൂടെ ജീവിച്ചാൽ അത് കിട്ടുമെന്നാണോ നിൻ്റെ വിചാരം? പരിഹാസവും കുത്തുവാക്കും വഴക്കും വയ്യാവേലിയും എല്ലാം സഹിക്കേണ്ടി വരില്ലേ? അതിനേക്കാൾ ഭേദം കൊള്ളാവുന്ന ഒരുത്തിനെ കണ്ടുപിടിച്ച് കല്യാണം കഴിപ്പിച്ച് വിടുന്നതല്ലേ? പിന്നെ അവൾ നല്ല നിലയിൽ ജീവിച്ചിരിക്കുന്നത് കണ്ടാൽ പോരെടാ നിനക്ക്? ദേ അപ്പച്ചനെ ഒന്നും കൂടെ ഒഴിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഗ്ലാസ് എടുത്ത് അങ്ങോട്ട് കള്ളൊഴിക്കാൻ വേണ്ടി സ്റ്റാൻലി പോവാട്ടോ. വേണ്ട ഇനിയിപ്പം മതി, നീ എനിക്ക് ഇനി ഒഴിക്കുകയൊന്നും വേണ്ട. നീ ആ പെണ്ണിനെ ഇങ്ങോട്ട് വിളിക്കുക, അവളോട് എനിക്കൊന്ന് സംസാരിക്കണം, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. അപ്പച്ചാ, അവളെ കണ്ടാലേ അപ്പച്ചൻ ഇതുവരെ പറഞ്ഞതെല്ലാം അപ്പച്ചൻ വിഴുങ്ങും. ലാലിച്ച, നീ എന്നെ അങ്ങനെ അങ്ങ് കൊച്ചാക്കല്ലേ. അപ്പച്ചൻ അടിയറവ് പറയും, നോക്കിയോ. അങ്ങനെ ഒരുത്തിയുടെ വിളവും എൻ്റെ അടുത്ത് നടക്കത്തില്ല. എവിടെ അവൾ? കാണിച്ചതാ ഇങ്ങോട്ട്, എനിക്ക് കാണാം. ഞാൻ അടിയറവ് പറയുന്നല്ലേ? എന്നാൽ പിന്നെ നമുക്കൊന്ന് കണ്ടാലോ? വാ അപ്പച്ചൻ വാ, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നേരെ അലീനയുടെ റൂമിലേക്ക് രണ്ടുപേരും കൂടെ പോകണം കേട്ടോ. എന്നിട്ട് ഡോർ തട്ടാണ്. അപ്പോൾ അലീന പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ അപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, എടാ ഈ വീട്ടിലെ ഏറ്റവും നല്ല റൂം ഇതല്ലേ? ഇത് തന്നെ നീ അവൾക്ക് കൊടുത്തോ? പിന്നെ അതല്ലേ അപ്പച്ച അവൾക്ക് കൊടുക്കേണ്ടത്? എന്നാൽ പിന്നെ വിളിക്ക്. കുറേ വിളിച്ചിട്ടും കയറി തുറക്കാത്തത് കൊണ്ട് കണ്ടോ അവളുടെ അഹങ്കാരം? തുറക്കാത്തത് കണ്ടില്ലേ? മര്യാദ പറഞ്ഞ് പഠിപ്പിക്കാത്തതുകൊണ്ട് അവൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഓ പിന്നെ ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ അവൾക്ക്, ചുമ്മാ കിടന്ന് ഉറങ്ങാമല്ലോ, അതായിരിക്കും. പിന്നെ നീ ഒരു കാര്യം ഓർത്തോ ലാലിച്ച, അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാൽ അത് കിടക്കില്ല, അത് നീ ഓർത്തോ. പക്ഷേ സ്റ്റാൻലി ഒന്നും മൈൻഡ് ചെയ്യണില്ല കേട്ടോ. കുറേ തവണ വിളിച്ചിട്ടും ആരും വരാത്തത് കൊണ്ട് ഡോറ് തുറന്നകത്തേക്ക് കയറുകയാണ്. ഇതിനിവിടെ ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയി? അങ്ങനെ രണ്ട് സ്ഥലത്തും നോക്കണം, ഓരോരിടത്തും കാണുന്നില്ല. അപ്പോൾ തന്നെ അപ്പച്ചൻ വീണ്ടും പറയാനുണ്ടോ, കണ്ടല്ലോ അടക്കവും ഒതുക്കവും ഒന്നും ഇല്ലാത്തവളാണെന്ന് നിനക്ക് ഇപ്പം മനസ്സിലായല്ലോ. എവിടെയെങ്കിലുമൊക്കെ കറങ്ങി നടക്കുന്നുണ്ടാവും. ആൻ്റെപ്പാ എന്നും പറഞ്ഞും കൂടി ദേഷ്യത്തോടു കൂടി നമ്മുടെ സ്റ്റാൻലി വിളിക്കാട്ടോ. അപ്പം തന്നെ അപ്പച്ചൻ പേടിച്ചു പോയി. എന്നാണത് വെടി പൊട്ടും പോലെ ഇങ്ങനെ ഉറച്ചു കിടന്ന് വിളിക്കുന്നത്? നിനക്ക് ഒച്ച കുറച്ച് വിളിച്ചാൽ പോരെയോ? അപ്പോഴാണ് പുറകിൽ നിന്നൊരു ശബ്ദം. ആരാ? നമ്മുടെ അലീന വന്ന് പറയാട്ടോ, ആൻ്റപ്പൻ ചേട്ടനെ നമ്മുടെ ബാജു ചേട്ടൻ്റെ കൂടെ പോയേക്കുക. അന്നേരം ആ സൗണ്ട് കേൾക്കുന്നത് രണ്ടുപേരും തിരിഞ്ഞ് നോക്കാണ് കേട്ടോ. അലീന മുന്നിലോട്ട് നടന്നു വരുന്നുണ്ട്. അപ്പച്ചനാണെങ്കിലേ അലീനെ മുന്നിൽ കണ്ടതും കണ്ണ് മിഴിച്ചങ്ങ് നിന്നു പോയി കേട്ടോ. ഇതാരായി ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നതെന്നുള്ള രീതിയിൽ അലീനയും അത്ഭുതപ്പെട്ടു പോവാണ്. അച്ഛനുണ്ട്, കൂടെ നിൽക്കുന്ന ആളിനെ ആരാന്നറിയാണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നമ്മുടെ ഔതക്കുട്ടി ചായൻ്റെ മുഖം അപ്പം കാണണമായിരുന്നു കേട്ടോ. എന്നിട്ട് നേരെ ലാലിച്ചനെ നേരെ നോക്കുകയാണ്. ലാലിച്ചൻ അതെ അത് തന്നെയാ എന്ന് പറഞ്ഞിങ്ങനെ തലയാട്ടണുണ്ട് കേട്ടോ. എന്ത് പറയണം, നാക്കിറങ്ങിയതുപോലെ അയാൾ അങ്ങനെ നിന്ന് പോയിട്ടോ. അപ്പോൾ സ്റ്റാൻലി പറയാണ്, എന്താ നീ അവിടെ നിൽക്കുന്നത്? നീ ഇനി അടുത്തേക്ക് വാ. അങ്ങനെ അലീന അവിടുന്ന് പതുക്കെ നടന്ന് ഫ്രണ്ടിലോട്ട് വരികയാണ്. ദൈവമേ, ലാലിച്ചനാണെങ്കിൽ ഇതൊന്നും കണ്ടിട്ട്, നമ്മുടെ അപ്പച്ചനാണെങ്കിൽ ഇതൊന്നും കണ്ടിട്ട് വിശ്വസിക്കാനാവുന്നില്ല കേട്ടോ. മുന്നിൽ വന്ന് നിൽക്കുന്ന ആളെ കണ്ടിട്ട് ഇതുവരെ പറഞ്ഞതെല്ലാം സ്റ്റാൻലി പറഞ്ഞതുപോലെ തന്നെ അങ്ങ് വിഴുങ്ങിപ്പോയി. അങ്ങനെ നിൽക്കുമ്പോഴാണ് വീണ്ടും സ്റ്റാൻലി ചോദിക്കുക, അലീന നീ എവിടെയായിരുന്നു? ഞാൻ കിച്ചണിലായിരുന്നു. അവിടെ എന്താ? പൗലോസേട്ടൻ കുക്ക് ചെയ്യല്ലേ, അത് കാണാൻ വേണ്ടി. അത് ശരി, നീ കണ്ടുപിടിക്കാൻ പോയതാണോ? പിന്നെ അറിയാത്ത കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളതല്ലേ എന്ന് പറയാട്ടോ. ഇതാരാണെന്ന് നിനക്ക് മനസ്സിലായോ? ഇത് ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ആരാ ഇത്? നിൻ്റെ വല്യപ്പച്ചനാ, അതായത് എൻ്റെ അപ്പനാ ഇത്. അന്നേരം അലീന നേരെ അപ്പച്ചൻ്റെ നേരെ നോക്കിയിട്ട് നമസ്കാരമെന്ന് പറഞ്ഞ് കൈയെടുത്ത് തൊഴുകയാണ് കേട്ടോ. എന്നിട്ട് സ്റ്റാൻലി പറയാം, അപ്പച്ചാ ഇതാണ് അപ്പച്ചന് സമാധാനക്കേടുണ്ടാക്കിയ കക്ഷി അലീന. ആ മനസ്സിലായി കണ്ടപ്പോൾ തന്നെ. അപ്പോൾ അലീന രണ്ടുപേരും നോക്കിയിട്ട് അപ്പച്ചനോട് ചോദിക്കാട്ടോ, ആ വല്യപ്പച്ചൻ്റെ പേരെന്താ? അത് ഔതക്കുട്ടി. പള്ളിയുടെ പേരെന്താണെന്നറിയോ? പിന്നെ ഔതക്കുട്ടി അന്ന് ആണെങ്കിലും പള്ളിയിലെ പേരെന്ന് പറയുന്നത് ജോസഫ് വർഗീസ് എന്ന് പറയാട്ടോ. കൊട്ടാരമറ്റത്തിൽ ഔതക്കുട്ടിച്ചായൻ എന്ന് പറഞ്ഞാൽ മാത്രമേ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ പിടികെട്ടത്തുള്ളൂ കേട്ടോ എന്നിങ്ങനെ അലീനയോട് എടുത്തു പറയാണ്. അപ്പച്ചൻ സ്റ്റാൻലി പറയാണ്, നിങ്ങൾ സംസാരിക്കേ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. എൻ്റെ അപ്പച്ചനെ നിന്നോട് എന്തൊക്കെയോ സംസാരിക്കണുണ്ടെന്നാണ് പറഞ്ഞത്. ശരി, അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ അലീന പതിയെ അപ്പച്ചൻ്റെ അടുത്തേക്ക് ചിരിച്ചുകൊണ്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എവിടെയാണ് താമസിക്കുന്നത്? ഇവിടെ അല്ലല്ലോ. ഇവിടെയും ഞാൻ താമസിക്കും, എന്നാലും സ്ഥിര താമസം പത്തനാപുരത്താണ്. ഞാൻ പാലായിലായിരുന്നു, ഇങ്ങോട്ട് വന്നിട്ടിപ്പോൾ ഞാൻ അറിഞ്ഞായിരുന്നു വിവരങ്ങളെല്ലാം. അപ്പം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പച്ചാ ഞാൻ എപ്പോഴാണ് ഇവിടുന്ന് പോവേണ്ടത്? ഇന്ന് പോകണോ അതോ നാളെ പോയാൽ മതിയോ? എങ്ങോട്ട് പോവാൻ? അല്ല, എന്നെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടിയിട്ടല്ലേ വല്യപ്പച്ചൻ ഇവിടെ വന്നിരിക്കുന്നത്? അല്ല, ഇതാര് പറഞ്ഞു? അത് കൊള്ളാം. അല്ല, എനിക്കറിയാം വല്യപ്പച്ചൻ അതിനു വേണ്ടി തന്നെ വന്നതെന്ന്. എന്നെ അംഗീകരിക്കാനോ സ്വീകരിക്കാനോ ഉള്ള മനസ്സ് ഒരാൾക്കൊഴികെ വേറെ ആർക്കുമില്ല.
അല്ല അതെ, അതെന്താണെന്നറിയാം മോളെ, എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണ്ടേ, എല്ലാവരും ഒക്കെ അറിയിക്കണ്ടേ, അതൊക്കെ കൊണ്ടാ. കുറ്റം പറഞ്ഞതല്ല വല്യപ്പച്ച. ഇവിടെ വന്ന ദിവസമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഇതെൻ്റെ പപ്പയുടെ വീടാണെന്നൊന്നും. എന്നെക്കൊണ്ട് ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്കറിയാം, ഞാനതെല്ലാം മനസ്സിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പൊക്കോളാം, എനിക്ക് വണ്ടിക്കൂലി പോലും തരണ്ട. അപ്പോൾ അപ്പച്ചനടുത്ത് വന്നിട്ട് പറയാം, ഷെടാ, ഇതിപ്പോൾ നീ വിചാരിക്കുന്ന പോലെ ഞാൻ നിന്നെ ഓടിച്ചു വിടാനൊന്നും വന്നതല്ല മോളെ. അപ്പച്ച അതല്ല, ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു, വന്നു പോയില്ലേ. പറഞ്ഞേക്കാനാണെങ്കിൽ ഉടനെ പറഞ്ഞേച്ചേക്കണം, ഇവിടെ നിർത്തി പൊരിക്കരുത്. കൊച്ചേ, നീ ഇങ്ങനെ ധൃതി പിടിച്ച് തീരുമാനമൊക്കെ എടുക്കാൻ പറഞ്ഞാൽ എങ്ങനെയാ? എനിക്കിത് ആലോചിക്കാൻ എനിക്ക് സമയം വേണ്ടേ? എത്ര ആലോചിച്ചാലും ശരി, ഞാനിവിടെ താമസിക്കുന്നതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ലല്ലോ. പാപ്പച്ചനൊന്ന് ആലോചിക്കാൻ കേട്ടോ. എന്നിട്ട് അലീനയുടെ മുഖത്തേക്ക് ദയനീയമായിട്ടൊന്ന് നോക്കണം. വീണ്ടും അലീന പറയാം, കുറേ കുഴപ്പങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. സ്റ്റാൻലി പപ്പയുടെ ഭാര്യ, മക്കൾ, കുടുംബക്കാർ, നാട്ടുകാർ, പള്ളിക്കാർ എല്ലാവരും എൻ്റെ നേരെ വരും. നീ ആര്? നീ എവിടുന്ന് വന്നു? എന്തിനു വന്നു? കുടുംബം കലക്കാതെ പോ. ഇങ്ങനെയൊക്കെ ആവും എല്ലാവരും പറയാം. എല്ലാവരുടെ മനോഭാവവും ഇതൊക്കെ തന്നെയാവും. അതൊക്കെ ശരിയാണ്, പക്ഷെ അല്ലെന്നൊന്നും ഞാൻ പറയണില്ല. എന്നാലും നിന്നെ അങ്ങനെ പറഞ്ഞയക്കുന്നതും ശരിയല്ലല്ലോ. അത് സാരമില്ല, എനിക്കൊരു സങ്കടമില്ല അപ്പച്ച. കാരണം ഈ ബന്ധങ്ങളൊന്നും ഇതുവരെ എനിക്കില്ലായിരുന്നല്ലോ. ഇപ്പോഴാണെങ്കിൽ ആ ഇല്ലായ്മയിലേക്ക് തന്നെ ഞാൻ തിരിച്ചു പോയിക്കോളാം. നമുക്ക് ഉണ്ടായിരുന്നത് നഷ്ടപ്പെടുമ്പോഴാണല്ലോ മനപ്രയാസം, ഇല്ലെങ്കിൽ ഇല്ലെന്നല്ലേ ഉള്ളൂ. അപ്പോൾ അപ്പച്ചൻ പറയുന്നുണ്ട്, ലാലിച്ചന് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണല്ലോ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നോട് അത്രയ്ക്ക് ഇഷ്ടമൊന്നുമില്ല. ഇല്ലില്ല, അവനിഷ്ടമാണ്, എനിക്ക് മനസ്സിലായി. ആ, വല്യപ്പച്ചന് കുടിക്കാൻ എന്താ വേണ്ടത്? ചായയോ കാപ്പിയോ? കുടിക്കാനൊക്കെ അവൻ തന്നായിരുന്നു. ആ, മനസ്സിലായി. ഇല്ല, ഞാൻ ഒറ്റൊരെണ്ണം മാത്രമേ കുടിച്ചോളൂ. അതെ, ഞാനിവിടെ വരുമ്പോഴേ ലാലിച്ചൻ എനിക്ക് ഒഴിച്ചു തരും. അത് പണ്ടേ അങ്ങനെ കേട്ടോ. എനിക്ക് ലാലിച്ചൻ തരുമ്പോൾ അത് മേടിച്ച് കുടിക്കാൻ വലിയ ഇഷ്ടമാണ്. ആരായി ലാലിച്ചൻ എന്നുള്ള പേരിട്ടത്? പാറ പോലത്തെ മനുഷ്യൻ, ആലിപ്പഴം പോലത്തെ പേര്. അതെ, പണ്ടേ ചിന്നമ്മയിട്ട പേരാ. ചിന്നമ്മ ആരാന്നറിയോ? എൻ്റെ ഭാര്യയാണ്. ലാലിച്ചൻ്റെ അമ്മച്ചി പാവം മരിച്ചുപോയി. പിന്നെ എൻ്റെ നിന്നെ കണ്ടിഷ്ടപ്പെടാനും ഇവിടെ കൊണ്ടുവരാനും ലാലിച്ചന് എന്താ അതിൻ്റെ കാരണമെന്നറിയോ? ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. എന്താ അതിൻ്റെ കാര്യം? അത് നീ ചിന്നമ്മയുടെ തനി പകർപ്പാണ്. ചിന്നമ്മ എവിടെ പോയി നോക്കണ്ട. അതല്ലേ ഞാൻ നിന്നെ കണ്ടപ്പോൾ തന്നെ അന്തം വിട്ട് നിന്നത്. അപ്പോൾ നമ്മുടെ അലീനയ്ക്ക് അങ്ങ് ചിരി വന്നു കേട്ടോ. ഇത്രയും കേൾക്കുമ്പോൾ തന്നെ ഒരു മനസ്സിന് ഒരു സമാധാനമില്ല. കണ്ടോ ആ ചിരി കണ്ടോ? ഇങ്ങനെ തന്നെയായിരുന്നു ചിന്നമ്മയുടെയും ചിരി. ആ നോട്ടവും ഭാവവും നിപ്പും നടപ്പും എല്ലാം. ഓ, അതുകൊണ്ടാണല്ലേ എന്നെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് മനസ്സ് കാണിച്ചത്. വല്യപ്പച്ചൻ എന്നെ ആട്ടി പായിക്കാൻ വേണ്ടിയിട്ടല്ലേ വന്നത്. എന്നെ കണ്ടപ്പോൾ മനസ്സ് മാറിയല്ലേ? അതെ, അതൊക്കെ പോട്ടെ. മോളെ എനിക്ക് കുടിക്കാനായിട്ട് എന്തെങ്കിലും കൊണ്ടുതരാവോ? നിൻ്റെ കൈ കൊണ്ട് ആദ്യമായിട്ട് എനിക്ക് ചായയോ കാപ്പിയോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് എടുത്തതാ. എന്നാ വാ, ഞാൻ എടുത്തുതരാം. അങ്ങനെ അപ്പച്ചൻ്റെ കൈയും പിടിച്ച് നമ്മുടെ അലീനെ കൊച്ച് നേരെ കിച്ചണിലേക്ക് നടക്കാട്ടോ. അവിടെ ചെല്ലുമ്പോഴേ പൗലോസാണെങ്കിൽ പാചകത്തിൽ അങ്ങോട്ട് നിൽക്കുകയാണ്. ഓ, അപ്പച്ചൻ അങ്ങോട്ട് വന്നിട്ട് പൗലോക്ക് 2 കൊടുക്കുന്നുണ്ട്. എടാ, ഏത് നേരം ഈ അടുക്കളയ്ക്കകത്ത് നീ എന്തുവാടാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓ, ജോലി ഒഴിഞ്ഞിട്ടുള്ള പരിപാടിയൊന്നും ഇല്ലേ? എപ്പോഴും എനിക്ക് ജോലി തന്നെ എന്ന് പൗലോസ് പറയാട്ടോ. അപ്പോൾ അലീന പറയാനുണ്ട്, എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ എനിക്കൂടെ താ, ഞാനൊന്ന് സഹായിക്കാം. അയ്യോ, അങ്ങനെയൊന്നും സഹായിക്കണ്ടേ. അവസാനം കേണൽ സാറിൻ്റെ വായിക്കണം മുഴുവൻ ഞാൻ കേൾക്കണം. കേണൽ സാറിൻ്റെ വായിക്കണമെന്ന് കേൾക്കേണ്ടി വരില്ല. കേണൽ സാറിനോട് ഞാൻ പറഞ്ഞോളാം. വേണ്ട, എനിക്കേ അറിയത്തുള്ളൂ ഇവിടുത്തെ ചിട്ടവട്ടങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന്. അതിനിടയ്ക്ക് വേറെ ആരെങ്കിലും കൈയടക്കിയാലേ എല്ലാം തെറ്റും. അപ്പോൾ ഉടനെ അപ്പച്ചൻ പറയാട്ടോ, നീ ഇവിടെ എല്ലാം കൈയടക്കി വെച്ചിരിക്കായില്ലേ? അയ്യോ, ഞാൻ ഇതെങ്ങനെയെങ്കിലും നടത്തിക്കൊണ്ട് പൊക്കോളാം അപ്പച്ചാന്ന് പൗലോസും പറയാട്ടോ. അപ്പം തന്നെ അലീന ചോദിക്കുന്നുണ്ട്, ചായ വേണോ കോഫി വേണോ? കേണൽ സാറിന് കോഫിയാണ് താല്പര്യം, അതുകൊണ്ടാണ് ചോദിച്ചത്. മോളെ, നിനക്ക് ചായ ഇടാൻ അറിയെങ്കിൽ അതിലൊന്നെടുത്തോ. അപ്പോൾ ഉടനെ പൗലോസ് പറയാം, ചായ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇട്ടുതരാം. അപ്പോൾ അലീന പറയാണ്ട്, പൗലോസ് ഇടം ചെയ്തുകൊണ്ടിരുന്ന പണി ചെയ്തു, വല്യപ്പച്ചനോടുള്ള ചായ ഞാൻ ഇട്ട് കൊടുത്തോളാം. ഓ, എൻ്റെ അടുക്കളയിൽ കയറി വന്ന് വേറെ ആരെങ്കിലും ചൊറിയുന്നത് എനിക്കിഷ്ടമല്ല. ഉടനെ അപ്പച്ചൻ പറയാട്ടോ, നിൻ്റെ അടുക്കളയോ? എന്താടാ നീ പറഞ്ഞത്? നിൻ്റെ അപ്പൻ്റെ വകയാണോടാ കഴിവരുടെ മോനെ ഇത് എന്നും പറഞ്ഞിട്ട് ചീത്തയും പറയാട്ടോ. എന്നിട്ട് എൻ്റെ മകൻ്റെ മോൾക്ക് എൻ്റെ സ്വന്തം മകൻ അവൻ്റെ വീട്ടിൽ അവൻ്റെ മോൾക്ക് ഈ അടുക്കളയിൽ കയറി വന്നൊരു ചായ ഇട്ട് കുടിക്കണമെങ്കിൽ നിൻ്റെ സമ്മതമേനോടെ എരപ്പാളി. അപ്പത്തിന് അലീന വന്ന് പറയാട്ടോ, അപ്പച്ച ഒച്ചയിടാതെ, വഴക്കൊന്നും വേണ്ട, നീയേ ചായ ഇടുമോളെ, ഇവൻ എന്താ ഇവിടെ പുളുത്താൻ പോകണമെന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ, എടാ എൻ്റെ തനി സ്വഭാവം പുറത്തെടുത്താലുണ്ടല്ലോ, അയ്യോ ഞാനതിനെ കുട്ടിച്ചാനോടൊന്നും പറഞ്ഞില്ലല്ലോ, എന്നോട് എന്തിനാണ് ദേഷ്യപ്പെടുന്നത്?
തലയിരിക്കുമ്പോൾ വാലാടരുത്. അത് എപ്പോഴും ഓർമ്മ പറഞ്ഞു. അയ്യോ ഒരു ചായ ഇട്ടെന്ന് പറഞ്ഞ് എനിക്ക് ഒരു പ്രശ്നമില്ല, അതാ ചായ ഇട്ടോ എന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരുന്ന ആ പാത്രമൊക്കെ എടുത്ത് മാറ്റി അടുപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. അലീന പെട്ടെന്ന് തന്നെ പൈപ്പ് തുറന്ന് ഒരു പാത്രത്തിൽ വെള്ളവും എടുത്ത് സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കടാ എന്ന് പറയാം. വേണ്ട വേണ്ട അപ്പച്ച ഞാൻ തന്നെ എടുത്തോളാം എന്ന് അലീന പറയാം. ഫ്രിഡ്ജ് തുറന്ന് പാലും എടുത്ത് തേയില പൊടിയെല്ലാം എടുത്ത് ചായയൊക്കെ ഇട്ട് അരിച്ച് അതിൽ നിന്ന് ഒരു ഗ്ലാസ് എടുത്ത് നമ്മൾ അപ്പച്ചന് കൊടുക്കണം കേട്ടോ. ഒരു ഗ്ലാസ് ആണെങ്കിൽ പൗലോസിന് കൊടുക്കുക. അപ്പോൾ പൗലോസ് ഉടനെ അയ്യോ എനിക്ക് വേണ്ട, വാങ്ങിച്ച് കുടിക്കടാന്ന് പറഞ്ഞ് വഴക്ക് പറയണം. അങ്ങനെ വാങ്ങിച്ച് കുടിക്കുകയാണ് കേട്ടോ. അലീനയും ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ അപ്പച്ചൻ ആദ്യത്തെ അങ്ങോട്ട് വെക്കുമ്പോൾ തന്നെ ചായയുടെ ടേസ്റ്റ് കണ്ട് അന്തം വിട്ടു. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട് മോളെ, സൂപ്പർ, ഇങ്ങനെ വേണം ചായ ഇടാൻ, അടിപൊളിയായിട്ടുണ്ട്. എടാ പൗലോസേ എങ്ങനെയുണ്ടെടാ ചായ? കുഴപ്പമില്ല. കുഴപ്പമില്ലേ? ആർക്കടാ കുഴപ്പമില്ലാത്തത്? ചായ എങ്ങനെയുണ്ടെന്ന് പറയടാ. കൊള്ളാം. അപ്പോൾ നല്ലതിനെ കണ്ട നല്ലത് തന്നെ പറയണം, മനസ്സിലായോ? അവനൊരുത്തൻ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അപ്പച്ചാ ഈ ചായയൊക്കെ ഇങ്ങനെ കുടിച്ചാലേ അകത്ത് വേറെന്തോ സാധനം പോയിട്ടുണ്ട്, അപ്പോൾ ഇതകത്തിട്ട് ചെന്നാൽ പാല് പിരിയുന്നതല്ലേ, പിരിഞ്ഞു പോകത്തില്ലേ അപ്പച്ചാ? അപ്പോൾ പിരിഞ്ഞിട്ട് എങ്ങോട്ട് പോകാനാ മോളെ, വയറ്റിൽ തന്നെ കിടക്കും. അതിൻ്റെ അകത്ത് നടക്കുന്ന ക്രിയകൾ വല്ല നമ്മൾ കാണുന്നുണ്ടോ? പണ്ട് ചിന്നമ്മ ഉണ്ടാക്കി തന്ന എന്തുമാത്രം ചായ ഇതുപോലെ പിരിഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ അലീന ചോദിക്കുക, അപ്പോൾ കുറേ കുടിച്ചിട്ടുണ്ടല്ലേ? എന്താ മോളെ, ചായയാണോ കള്ളാണോ? രണ്ടും. കാലം എത്രയായി എന്ന് തുടങ്ങിയതാ, ഓർത്തു നോക്കിയാൽ ഒരന്തവും ഇല്ല എന്ന് അപ്പച്ചൻ ഭാര്യയെക്കുറിച്ചൊന്ന് ഓർത്തിട്ട് ഇങ്ങനെയൊക്കെ അങ്ങനെ പറയാട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്പച്ചൻ നേരെ മേളിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ സ്റ്റാൻലി അവിടെ നിൽപ്പുണ്ട്. സ്റ്റാൻലി അപ്പച്ചൻ വരുന്നതും കാത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, കണ്ടോ അലീനെ കണ്ടോ, സംസാരിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്താ അവളെ പറഞ്ഞു വിടാനായിട്ട് പോയതല്ലേ, എന്നിട്ട് എന്തായി എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഔതക്കുട്ടി ചായം പറയണം, എന്തിനാടാ ഞാൻ അവളെ പറഞ്ഞയക്കുന്നത്? അങ്ങനെ ഞാൻ അവളെ അങ്ങനെയൊക്കെ പറഞ്ഞു വിടുമെന്നും പറഞ്ഞുകൊണ്ട് അവൾക്ക് പോകാൻ ചിറകണ്ടോ? ഒരു ഗുമ്പിന് വേണ്ടി ഞാനിങ്ങനെയൊക്കെ പറഞ്ഞതല്ലേ. പക്ഷേ ഇപ്പോൾ എന്തായി? കണ്ടു, വിവരങ്ങളെല്ലാം സംസാരിച്ചു. പിന്നെ സംസാരിച്ചിട്ട് എന്തായി? അപ്പച്ചൻ പറ, സത്യം പറയാലോ, എൻ്റെ സകല കണക്കൂട്ടലുകളും അവൾ തെറ്റിച്ചു. അവളെ ഞാൻ ഇവിടെ വരുന്നത് ഇവിടെ വിചാരിച്ച് എവിടുന്നോ വലിഞ്ഞ് കയറി വന്ന് അനാഥ പ്രേതമൊന്നല്ലേ. അവളെ എന്നാ ഒരു മിടുക്കി പെണ്ണാടാ. പിന്നെ അവളെ കാണാൻ ഇങ്ങനെ ഇരിക്കുന്ന നിൻ്റെ മോള് തന്നെയാണ്, അതെനിക്ക് ഉറപ്പ് തന്നെയാണ്, അതിലൊരു മാറ്റവും ഇല്ല. അപ്പച്ചന് വേറെ എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പം പറയണം, യാതൊരു സംശയമില്ല. എന്ന് മാത്രമല്ല എടാ, എനിക്ക് ഭയങ്കര അതിശയം തോന്നുവാണ്. എന്താണെന്നറിയോ, നിൻ്റെ അമ്മയുണ്ടല്ലോ ചിന്നമ്മ, അവളെ എങ്ങോട്ട് പോയി നോക്കണ്ട, അതേ രൂപം, അതേ നോട്ടം, അതേ സംസാരം, അതേ ചിരി, ആ നടപ്പ്, വർത്തമാനം എല്ലാം അതേപോലെ തന്നെ. പക്ഷേ എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ടാ, ഇതെങ്ങനെയാണ് ഒത്തു വന്നത് ഇത്രയ്ക്ക് കറക്റ്റായിട്ട്? എന്തായാലും നീ പാലായിൽ പോയി അവളെ കണ്ടപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞത്. അങ്ങനെയല്ലടാ കള്ള എന്നും പറഞ്ഞൊരു അടി വിട്ടുക കേട്ടോ സ്റ്റാൻലിക്ക് അപ്പച്ചൻ. എന്നിട്ടല്ലടാ നീ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചു. അതെല്ലാം ശരിയാണ് ലാലിച്ച, നീ അവളോട് കുറച്ചുകൂടെ സ്നേഹത്തോടെ പെരുമാറണം കേട്ടോ. അതിൻ്റെ ഒരു സങ്കടം അവൾക്കുണ്ട്. അപ്പോൾ അപ്പച്ചൻ അവളെ ഇവിടുന്ന് ഇറക്കി വിടേണ്ടതെന്നാണോ പറയുന്നത്? അതിനല്ലേ അപ്പച്ചൻ വന്നത്? അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അവളെ അങ്ങനെ അങ്ങ് പറഞ്ഞു വിടാൻ പറ്റില്ല. അവൾ സംഗതിയുടെ കിടപ്പ് ഇങ്ങനെയാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇനിയിപ്പോൾ എല്ലാം ഒന്നും കൂടെയൊക്കെ ഒന്ന് ആലോചിക്കാം. എന്നിട്ട് അതിൻ്റെ ന്യായം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുന്നതല്ലേ നല്ലത് എന്ന് അപ്പച്ചൻ സ്റ്റാൻലിയോട് പറയുക കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്